ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മബാദ്. ഏറെ ബഹുമാനം നിറഞ്ഞ മുജീബ് സാഹിബ്, സോളിഡാരിറ്റി ജില്ലാ പ്രസിഡന്റ് ബാസിസ് സാഹിബ്, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ഏറെ പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും നമ്മളുടെ ഒരുമിച്ചിരുത്തവുമെല്ലാം വരുംകാല ജീവിതത്തിൽ വെളിച്ചമായി മാറാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല കാരണങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു സംഗമമാണിത്. 3 കാരണങ്ങൾ അതിൽ പ്രധാനമാണ്. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്ന് അള്ളാഹുവെ കുറിച്ച്, ദീനിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സദസ്സ്. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഹഫത്ഹുമുൽ മലായിക വഅശ്യത്ഹുമുർ റഹ്മ. ഒരു പ്രത്യേകമായ ഒരു സകീനത്ത്, ഇങ്ങനെ ഒരു സമാധാനം ഇങ്ങനെ അള്ളാഹു ആ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കും. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ആ സദസ്സിന് ചുറ്റിലും ഇങ്ങനെ വന്നു നിൽക്കും. വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു. അതാണ് അതിലേറ്റവും വിശിഷ്ടമായ ഒരു കാര്യം. അതായത്, നമ്മളിങ്ങനെ ഭൂമിയിൽ സംഗമിച്ചതുപോലെ ആകാശലോകത്ത് മലായിക്കത്തുകൾ സംഗമിച്ച ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹു ഭൂമിയിലെ ഈ സദസ്സിനെയും അതിൽ പങ്കെടുക്കുന്ന ആളുകളെയും കുറിച്ച് മലക്കുകളോട് സംസാരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു ഭാഗ്യം ലഭിച്ച ഒരു കൂട്ടത്തില് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതിന്റെ രണ്ടാമത്തെ അനുഗ്രഹം, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് യുവാക്കളും യുവതികളുമാണ്. യുവത്വത്തിന്റെ പ്രായത്തില് നമ്മൾ ചെയ്യുന്ന നന്മകളെ അള്ളാഹു സവിശേഷമായി പരിഗണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് മനുഷ്യരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ആ മഹ്ശറയില്, അവിടെ സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് ഓരോ മനുഷ്യരും ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും അന്ന് തണുപ്പേകാനില്ലാത്ത ഒരു സമയത്ത് ആ തണലിലേക്ക് ആദരിച്ച് ചേർത്ത് നിർത്തുന്ന ചില ആളുകൾ ഉണ്ടാകും. ആ ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ശാബുൻ നശാ ഫീ ഇബാദത്തില്ലാഹ്. അള്ളാഹുവിന്റെ വഴിയിൽ ജീവിച്ച യുവാക്കളും യുവതികളുമായിരിക്കും അവിടെ ഇടം ലഭിക്കുന്ന ഒരു കൂട്ടര്. അതിന്റെ കാരണം, യുവത്വത്തിന്റെ പ്രായമെന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തോട് കൂടുതൽ താല്പര്യങ്ങളും ഭൗതികമായ അത്തരം ആസ്വാദനങ്ങളോട് മനസ്സും ശരീരവും ഒക്കെ കൂടുതൽ ഇങ്ങനെ അടുക്കുന്ന ഒരു സന്ദർഭമായിരിക്കും. ആ സമയത്ത് അള്ളാഹു, ദീന്, പരലോകം എന്നൊന്നും അധികം ഒരു കൺസേൺ ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ, പൊതുവെ യുവാക്കളുടെയും യുവതികളുടെയൊക്കെ ജീവിതത്തിലെ അത് വരിക എന്നുള്ളത് കുറവായിരിക്കും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ആ ഒരു പ്രായത്തിൽ ദീൻ നമുക്ക് പ്രധാനമായി വന്നാൽ, അള്ളാഹു അതിനെ ഏറ്റവും സവിശേഷമായി പരിഗണിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സദസ്സ് അങ്ങനെ അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്ന ഒരു കൂട്ടർ ഒരുമിച്ച് കൂടിയ സദസ്സാണ് എന്നതുകൊണ്ട് ഇത് മറ്റൊരർത്ഥത്തിൽ അനുഗ്രഹീതമാണ്. ഈ സദസ്സിന്റെ മൂന്നാമത്തെ അനുഗ്രഹം, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് കുടുംബങ്ങളാണ്. കുടുംബവും ബന്ധവും എന്ന് പറയുന്നത് ഏറ്റവും സവിശേഷമായി ഇസ്ലാം പരിഗണിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, സുന്നത്തായ നമസ്കാരത്തെക്കാളും സുന്നത്തായ നോമ്പിനേക്കാളും ഒക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പൊ സഹാബത്ത് പറയുന്നുണ്ട്, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇസ്ലാഹു ദാത്തിൽ ബൈൻ ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിക. നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ നന്നാക്കുക,
നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക. ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നിങ്ങൾ ചെലവഴിക്കുന്ന സമയം നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ, സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നമ്മൾ ഇന്നിവിടെ കുടുംബസമേതം വന്നിരിക്കുന്നത് ആ കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നതുകൂടി, ആ ബന്ധങ്ങളിലുള്ള ഒരു സന്തോഷവും സമാധാനവും അത് ദീനിന്റെ വഴിയിലേക്ക് എങ്ങനെ ചെലവഴിക്കാം എന്നതിനെ കുറിച്ചുള്ള ആലോചനകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം കൂടി ഈ സദസ്സിനുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മള് കുടുംബമായിട്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കിയാല് നമുക്ക് കുറെ ഉത്തരങ്ങൾ എങ്ങനെ കിട്ടും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകാനാണ്, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടാകാനാണ്, നിങ്ങൾ പരസ്പരം കാരുണ്യം കാണിക്കാനാണ്. ഈ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുകയും നമുക്കൊക്കെ ലഭിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു സമാധാനം ജീവിതത്തിൽ എപ്പോഴും ഒരു സമാധാനവും സന്തോഷത്തോടും കൂടി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളത്. അതേസമയം ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് വ്യക്തിപരമായ നമ്മളുടെ ഈ സന്തോഷവും സമാധാനവും എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് എന്നതുകൂടി പ്രധാനമാണ്. അത് ഭൗതികമായ അർത്ഥത്തിലുള്ള അതിന്റെ സൗകര്യങ്ങളിലും അതുപോലെ തന്നെ ഭൗതികമായ അർത്ഥത്തിലുള്ള സംവിധാനങ്ങളിലുമുള്ള സന്തോഷമാണോ, അതല്ല ഈ സന്തോഷത്തിന് ഒരു ആത്മീയമായ ഒരു വശം കൂടിയുണ്ട്, ഒരു സ്പിരിച്വലായ ഒരു വശം കൂടിയുണ്ട്. ആ സ്പിരിച്വലായ വശം എന്നത് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. ആ കാര്യത്തെ കുറിച്ചാണ് നേരത്തെ അമീറടക്കം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളുടെ കുടുംബത്തില് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലൂടെ, നമ്മളുടെ മക്കളിലൂടെ, നമ്മൾ കാണുന്ന സ്വപ്നത്തില് നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യരുണ്ടാവണം. നമ്മൾ കാണുന്ന സ്വപ്നത്തില് നമ്മളുടെ ദീനുണ്ടാവണം. നമ്മൾ കാണുന്ന നമ്മളുടെ പ്ലാനുകളിലും പദ്ധതികളും നമ്മളുടെ ജീവിതത്തിലൂടെ ഇസ്ലാമിന്റെ മനോഹരമായ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് ഈ സമൂഹത്തിൽ നിർവഹിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹീം വസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂനു ശുഹദാ അലന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളെ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽ നിങ്ങൾ ജിഹാദ് ചെയ്യേണ്ട വിധത്തിൽ ജിഹാദ് ചെയ്യണം. എന്താണ് ജിഹാദ് എന്ന് നമുക്കറിയാം. ജിഹാദ് എന്ന് പറയുന്നത് ഓരോ സാമൂഹിക സാഹചര്യത്തിലും നമ്മള് സമൂഹത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിർവഹിക്കേണ്ട ത്യാഗ പരിശ്രമങ്ങളാണ് ജിഹാദ് എന്ന് പറയുന്നത്. അത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രത്യേകമായി ഉണർത്തുകയാണ്. എന്നിട്ട് അതിന്റെ മാതൃകയായിട്ട് പറയുന്നത് ആരെയാണ്? മില്ലത അബീകും ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമാണ് നിങ്ങൾക്ക് മാതൃക എന്നതാണ്. ഇബ്രാഹിം നബി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചിത്രം അത് ഇബ്രാഹിം നബിയുടെ മാത്രമുള്ള ഒരു ചിത്രമല്ല, ഒരു ഭാവനയല്ല, മറിച്ച് അവിടെ ഒരു കുടുംബത്തിന്റെ ചിത്രമാണ് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വരിക. ഖുർആൻ അങ്ങനെ തന്നെയാണ് ഒരു മനോഹരമായ ഒരു ആദർശ കുടുംബത്തെ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിയും. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ട്, ഹാജറ ബീബിയുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ഹാഖും. അങ്ങനെ ആ കുടുംബം അലൈഹിസ്സലാം അവരെല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു ചിത്രമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെ നമുക്ക് കിട്ടുക. അപ്പോ അതിനെ മുൻനിർത്തിയിട്ടാണ് നമ്മളുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചു തുടങ്ങേണ്ടത്. നമ്മൾ എന്തിനാണ് ഇവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും നിറവേറ്റുക എന്നത് മാത്രമല്ല, അള്ളാഹു ഈ ഭൂമിയിൽ നമുക്കൊക്കെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ദൗത്യമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. നേരത്തെ അമീർ ഇവിടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ പറയുകയുണ്ടായി. നമ്മൾ അതിനെക്കുറിച്ച് വളരെ സഹതാപത്തോടുകൂടി, വളരെ സങ്കടത്തോടുകൂടി നമ്മൾ അതൊക്കെ ആലോചിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. എന്നാൽ ഈ സങ്കടവും സഹതാപവും മാത്രമല്ല, നമുക്ക് അത് നൽകുന്ന ചില പാഠങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ദുനിയാവെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്.
അത് വയനാട്ടിലുള്ള അവരെയാണ് ആ ഉരുൾപൊട്ടൽ ബാധിച്ചത് എങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെയും നമ്മളുടെ വീടിനെയും ഒക്കെ തേടി വീഴുക എന്ന് പറയുന്നത് അത്ര വിദൂരമായ ഒരു കാര്യമൊന്നുമല്ല. ഏത് സമയത്തും സംഭവിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അയഅതിയകും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നിങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ അല്ലെങ്കിൽ വലിയൊരു അപകടം നിങ്ങളെ വന്ന് ബാധിക്കുകയില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത്? അഫഅമിന അഹ്ലുൽ ഖുറാ അയഅതിയകും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. നിങ്ങൾ ഇങ്ങനെ പകലിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ കളിച്ച് ഉല്ലസിച്ച് തിരിച്ച് സന്തോഷിച്ച് നടക്കുന്ന സമയത്ത് ഒരു വലിയ അപകടം നിങ്ങളെ വന്ന് ബാധിക്കുകയില്ല എന്ന് എന്ത് ഉറപ്പാണ് നിങ്ങൾക്കുള്ളത് എന്ന് പടച്ചോൻ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യമല്ല. നമ്മളിങ്ങനെ പേടിച്ച് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് ദുനിയാവിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. ഈ ലോകം എന്ന് പറയുന്നത് നമ്മളുടെ കൺമുന്നിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചത് അത് ശാശ്വതമായിട്ട് നിലനിൽക്കും, അതിങ്ങനെ എന്നെന്നും നമ്മളുടെ കൺമുന്നിൽ ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും കരുതേണ്ടതില്ല. ഒരു ഗ്യാരണ്ടി, അത്രയേ ദുനിയാവിന്റെ ഗ്യാരണ്ടിയുള്ളൂ. അതുകൊണ്ട് ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഗ്യാരണ്ടിയും പറയാനാവാത്ത ഈ ദുനിയാവിലേക്കാണോ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പടച്ചോൻ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ സമയം നമ്മൾ കൂടുതൽ എവിടെയാ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്? നമ്മളുടെ സമ്പത്ത് എവിടെയാ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്? നമ്മളുടെ അധ്വാനങ്ങള്, നമ്മളുടെ ചിന്തകള്, നമ്മളുടെ ആലോചനകള്, നമ്മളുടെ കഴിവുകള്, ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഭൗതിക ലോകത്തിന്റെ നൈമിഷികമായ സന്തോഷങ്ങളിലേക്ക് മാത്രമാണെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടക്കച്ചവടമായിരിക്കുമെന്ന് പടച്ചോൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം എന്താ? നിങ്ങൾക്ക് ഈ ലോകത്ത് എത്ര കാലം ജീവിക്കാൻ കഴിയും എന്ന ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഗ്യാരണ്ടിയുള്ള ഒരു ലോകം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പരലോകത്തെ സ്വർഗ ജീവിതമാണ്. ആ സ്വർഗം എന്ന് പറയുന്നത് അത് പ്രയാസങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സങ്കടങ്ങളില്ലാത്ത, അപകടങ്ങളോ ദുരന്തങ്ങളോ ഇല്ലാത്ത, മരണമോ ഇല്ലാത്ത അനശ്വരമായ ഒരു ജീവിതമാണ്. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് നിങ്ങൾക്ക് ലാഭം മാത്രം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ആ ലാഭം മാത്രം വാഗ്ദാനം ചെയ്യുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് നമ്മളിലൂടെ, നമ്മളുടെ കുടുംബത്തിലൂടെ, നമ്മളുടെ മക്കളിലൂടെ നമ്മൾ എത്ര നിർവഹിക്കുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് സാമൂഹികമായി നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു ബാധ്യതയുണ്ട്. അത് ഷഹാദത്തു ഹക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സത്യത്തിന്റെ സാക്ഷികളായി മാറുക എന്നതാണ്. അതായത് നമുക്കൊരാശയമുണ്ട്, ഇസ്ലാം എന്ന് പറയുന്ന ഒരാശയം. ഇസ്ലാമിന്റെ ഒരുപാട് നന്മകളുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നന്മകളും ആ സന്ദേശങ്ങളും നമ്മളുടെ ജീവിതത്തിലൂടെ ചുറ്റുള്ള മനുഷ്യരിലേക്ക് പകർന്നു നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ കുടുംബം എന്ന നിലക്ക് എന്തിനാണ് നമുക്ക് കുടുംബം എന്ന് ചോദിച്ചാല് നമുക്ക് സന്തോഷം കണ്ടെത്താനും നമുക്ക് സമാധാനത്തോടെ ജീവിക്കാനും മാത്രമല്ല, മറിച്ച് സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്ത് ആളുകൾ കൂടുതലായി അന്വേഷിക്കുന്നതും എന്നാൽ പലർക്കും കണ്ടെത്താൻ കഴിയാത്തതുമായ ഒരു കാര്യം കൂടി ഈ സമാധാനവും സന്തോഷവുമാണ്. അതുകൊണ്ട് ഈ സമാധാനവും സന്തോഷവും കിട്ടാനുള്ള ഒരു വഴി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബം വളരെ മനോഹരമായാൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും. അപ്പോ ആ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു കുടുംബ ജീവിതം നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് നമ്മളുടെ സന്തോഷം മാത്രമല്ല, നമ്മളുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് കൂടി ഒരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അത് ഇസ്ലാമിന്റെ ഒരു സന്ദേശത്തിന്റെ ഒരു പ്രതിനിധീകരണം, ഒരു റെപ്രസെന്റേഷൻ നമ്മളുടെ കുടുംബത്തിലൂടെ നമ്മൾ നിർവഹിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളുടെ കുടുംബത്തെ നോക്കിയിട്ട് അവരാലോചിക്കണം, എത്ര നല്ല കുടുംബമാണ് അവര്, എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത്, എത്ര സമാധാനത്തോടു കൂടിയാണ് അവർ കഴിയുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എത്ര സുന്ദരമാണ്. അവരുടെ മക്കളൊക്കെ അവർ ഭൗതികമായിട്ട് കഴിവുള്ളവരോടൊപ്പം തന്നെ അവർ അള്ളാഹുവിന്റെ വഴിയിൽ നടക്കുന്ന മക്കളാണ്. അങ്ങനെയുള്ള ഒരു കുടുംബമായിട്ട് നമ്മൾ മാറുമ്പോ അത് നമ്മളുടെ സമാധാനം മാത്രമല്ല, മറ്റൊരുപാട് ആളുകളുടെ സമാധാനം അന്വേഷിക്കുന്നവർക്കൊരു മാതൃകയായിട്ട് അത് മാറുകയാണ്. അവിടെയാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് അത് ഇസ്ലാമികമായ ഒരു കുടുംബമായി മാറുകയും അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമായി മാറുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
പടച്ചോൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു അമാനത്താണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത്. ആ പടച്ചോൻ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് പ്രധാനമാണ്. നമ്മളൊക്കെയും ഇവിടെ ദമ്പതികളായി വന്നിരിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെയും ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയവരാണ്. ആ കരാർ എന്താണ്? ആ കരാറ് ഇംസാകും ബിൽ മഅറൂഫ് എന്ന കരാറാണ്. ഏറ്റവും സുന്ദരമായി ഈ ബന്ധത്തെ ഞാൻ കൊണ്ടുപോകുമെന്നത്. ഈ കരാറിനെ നമ്മൾ സാക്ഷി നിർത്തിയത് ആരെയാണ്? അള്ളാഹുവിനെയാണ് സാക്ഷി നിർത്തിയിട്ടുള്ളത്. പടച്ചോനെ സാക്ഷി നിർത്തിയിട്ട് നമ്മളെടുത്ത ഒരു കരാറാണ് ഏറ്റവും സുന്ദരമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത്. നമ്മള് വിവാഹ ജീവിതം കഴിഞ്ഞ് പല വർഷങ്ങൾ പിന്നിട്ടവരായിരിക്കും. നമ്മള് 2, 3, 5, 10 ഒക്കെ വർഷം പിന്നിട്ടവരാണ്. അപ്പൊ ഇങ്ങനെ പിന്നിടുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ഇടക്കിടക്കൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പടച്ചോനെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ ചെയ്ത ഒരു കരാറാണല്ലോ, ഈ കരാറിനോട് എനിക്ക് എത്രമാത്രം നീതി പുലർത്താൻ കഴിയുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ദമ്പതികളുടെ ജീവിതം എന്നത് അത് പരസ്പരം ദീനിയായിട്ട് കൂടി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ബന്ധമായി മാറണമെന്നാണ്. പരസ്പരം ദീനിയായിട്ട് സപ്പോർട്ട് ചെയ്യാനും ദീനിയായിട്ട് അവരെ പ്രചോദിപ്പിക്കാനും കഴിയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലേക്ക് നമ്മളെ നിശ്ചയിച്ചിട്ടുള്ളത്, നമ്മളെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ ഹിദായത്ത് ലഭിച്ചവർ എന്ന് പറയുമ്പോൾ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് ഈ ഭൂമിയിൽ നിർവഹിക്കാൻ കുറെ ദൗത്യങ്ങളുണ്ട്. നമ്മളുടെ ആരാധന അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, നമ്മളുടെ സാമൂഹികമായ ബാധ്യതകളുണ്ട്. ആ സാമൂഹികമായ ബാധ്യതകൾ നിർവഹിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സംവിധാനങ്ങളിൽ നമ്മൾ എത്രമാത്രം ആക്റ്റീവാണ് എന്നത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മളും നമ്മളുടെ കുടുംബവും കുടുംബത്തിന്റെ സന്തോഷവും മാത്രം എന്ന നിലക്കല്ല, മറിച്ച് പടച്ചോനോടുള്ള ബാധ്യതകള്, പടപ്പുകളോടുള്ള ബാധ്യതകള്, സമൂഹത്തോടുള്ള ബാധ്യതകള്, അത് നിർവഹിക്കുന്നതിൽ നമ്മളുടെ കുടുംബം എന്ന നിലക്ക് എത്രമാത്രം നമ്മൾ പരസ്പരം അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട്. ഭർത്താവ് അത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഇണ ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു സൗഭാഗ്യമാണ്. നമ്മൾ ഫലസ്തീനിലെ വാർത്തകൾ വായിക്കുകയാണല്ലോ, ഫലസ്തീനിലെ കാഴ്ചകൾ കാണുകയാണല്ലോ. അവിടെ എങ്ങനെയാണ് അവര് പരസ്പരം സഹകരിക്കുന്നത്? ഭർത്താവ് മരിച്ചു കിടക്കുമ്പോ ഇപ്പോ ഇസ്മായിൽ ഹനിയ ഷഹീദായ ഇസ്മായിൽ ഹനിയയുടെ മയ്യത്ത് കണ്ടിട്ട് പ്രിയതമ പറയുന്ന വർത്തമാനം നിങ്ങൾ ചിലപ്പോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. നമ്മൾ പലപ്പോഴും കാണുന്ന ചിത്രങ്ങൾ എന്താണ്? അങ്ങനെ കൊല്ലപ്പെടുകയോ മറ്റോ ചെയ്യുന്ന ആളുടെ ആ ഒരു ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന സ്ത്രീകളെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഫലസ്തീനിലെ സ്ത്രീകൾ അങ്ങനെ കരയുന്നവരായിട്ടല്ല നമ്മൾ കാണുന്നത്. മറിച്ച് ഇസ്മായിൽ ഹനിയയുടെ പ്രിയതമ ആ മയ്യത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, സലാം അലൈക്, പ്രിയനെ താങ്കൾക്ക് സലാം, താങ്കൾ നാളെ സ്വർഗത്തിൽ പോയിട്ട് ശുഹദാക്കൾക്ക് എന്റെ സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ആ യാത്രയയക്കുന്ന ഒരു ഇണ, അത് എത്ര മനോഹരമാണ്. അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇസ്ലാമികമായ ആ ബോധത്തെ കൂടിയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതേ ഇസ്മായിൽ ഹനിയയുടെ 3 മക്കളും പേരക്കുട്ടികളും ഇസ്രയേലിന്റെ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊല്ലപ്പെട്ട വാർത്ത ഫോണിലൂടെയാണ് ഇസ്മായിൽ ഹനിയ അറിയുന്നത്. അത് അറിയുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം, അൽഹംദുലില്ലാഹില്ലദീ അക്രമനി ബിശഹാദതിഹിം, അല്ലാഹുവേ നിനക്ക് സ്തുതി, എന്റെ മക്കൾക്ക് രക്തസാക്ഷിത്വം എന്ന പദവി നൽകിയ അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ ഒരു ഈമാനുണ്ട്. ആ ഈമാൻ എന്ന് പറയുന്നത് അത് അവർക്ക് നൽകുന്ന, കാരണം നമ്മൾ ആലോചിച്ച് നോക്കുക, മക്കൾ മരണപ്പെടുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖമാണ്. മാതാപിതാക്കള് ജീവിച്ചിരിക്കെ നമ്മളുടെ പ്രിയ മക്കൾ മരണപ്പെട്ടു പോവുക എന്നത് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിലൊന്നാണ്. ആ വേദന അനുഭവിക്കുന്ന സന്ദർഭത്തില് അതിനെ അള്ളാഹുവുമായും ദീനുമായും സ്വർഗവുമായും സാമൂഹിക പോരാട്ടവുമായിട്ടും ബന്ധപ്പെടുത്തിയിട്ട് മനസ്സിലാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു മനസ്സാണ്. ആ മാനസികാവസ്ഥയാണ് അവരുടെ കുടുംബ ജീവിതത്തിലൂടെ അവരെ നേടിയെടുത്തത്. ഇസ്മായിൽ ഹനിയ മരണപ്പെട്ടതിന് ശേഷം, പിന്നെ ഷഹീദായതിനു ശേഷം പേരക്കുട്ടികൾ പ്രതികരിക്കുന്ന വർത്തമാനം നമ്മൾ കണ്ടിട്ടുണ്ട്. വല്യുപ്പ ഒരു സ്വപ്നത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയിലൂടെ നടക്കുകയായിരുന്നു. ആ വഴിയിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. പക്ഷേ ആ വഴി ഞങ്ങൾ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന പേരക്കുട്ടികളുടെ വർത്തമാനം നമ്മൾ കേൾക്കുകയുണ്ടായി. ഈനസ് ഹനിയ എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിന്റെ മരുമകളുണ്ട്. ആ മരുമകൾ പറഞ്ഞ വർത്തമാനം നമ്മൾ കേട്ടതാണ്. എന്താണ്?
ഇസ്മയിൽ ഹനിയയുടെ രക്തസാക്ഷിയായപ്പോ ഇസ്രയേലിലുള്ള ആളുകള്, ഫലസ്തീന്റെ ശത്രുക്കള് അവരെ മധുരം വിതരണം ചെയ്തിട്ട് ആഘോഷിക്കുകയുണ്ടായി. അവരോട് പറയുവാനുള്ളത്, നിങ്ങൾ ആഘോഷിക്കുന്നതിനേക്കാൾ, നിങ്ങൾ സന്തോഷിക്കുന്നതിനേക്കാൾ ആ രക്തസാക്ഷ്യം കൊണ്ട് സന്തോഷിക്കുന്നവരാണ് ഞങ്ങള്. കാരണം അത് ഞങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചു മുന്നോട്ട് പോകുന്നവരാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഒരു ചെറിയ ഭൗതികമായ ചിന്തകളിൽ നിന്ന് മാറി വിശാലമായ ആലോചനകളിലേക്ക് നമ്മൾ എത്തിയാലേ നമുക്കത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെ കുറിച്ച്, നമ്മളുടെ കുടുംബത്തെ കുറിച്ച്, നമ്മളുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ നമ്മൾ ഇത്തരം കാഴ്ചപ്പാടുകൾ, വിശാലമായ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. മക്കള് ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഇന്ത്യ രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ സാമൂഹികാവസ്ഥയില് മുസ്ലിമായി ജീവിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. അങ്ങനെ തന്നെ വെല്ലുവിളിയായിരിക്കെ ഭരണകൂടത്തിന്റെ അനീതികൾക്കെതിരെ പ്രതികരിക്കുക എന്ന് പറയുന്നത് അതിലേറെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ മക്കള് കോളേജിൽ പോകും, അതുപോലെ തന്നെ ക്യാമ്പസിൽ പോകും. അവരോട് പലപ്പോഴും രക്ഷിതാക്കൾ പറയുന്ന ഒരു വർത്തമാനം ഉണ്ടാകാറുണ്ട്, മക്കളെ നിങ്ങൾ ക്യാമ്പസിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാനാണ് പോകുന്നത്, അതുകൊണ്ട് പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നാ മതി, വേറെ കാര്യങ്ങളിലേക്കൊന്നും നിങ്ങൾ പോകരുത് എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഉണ്ടാകും. നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല. മറിച്ച് നമ്മളുടെ മക്കൾക്ക് കിട്ടേണ്ട അറിവെന്ന് പറയുന്നത് അത് പാഠപുസ്തകങ്ങളിലുള്ള അറിവ് മാത്രമല്ല, സമൂഹത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് കൂടിയാണ്. ആ സമൂഹത്തെ കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്ന് അവർക്ക് സാമൂഹിക ബോധമുണ്ടാകേണ്ടതുണ്ട്. ആ സാമൂഹിക ബോധവും മനുഷ്യത്വ ബോധവും നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രാപ്തമാകുന്ന ഒരു തലമുറയെയാണ് അവരെ സജ്ജമാക്കേണ്ടത്. അതിന് രക്ഷിതാക്കൾക്ക് വലിയ റോളുണ്ട്. മക്കളെ, നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതികരിച്ചതിന്റെ പേരിൽ നിങ്ങൾ ജയിലിലടക്കപ്പെട്ടാലും, നിങ്ങൾക്ക് കേസ് ചുമത്തപ്പെട്ടാലും, നിങ്ങൾ ആക്രമിക്കപ്പെട്ടാലും ഈ ഉമ്മാക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ, ഈ ഉപ്പാക്ക് സന്തോഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാൻ കഴിയുന്ന ഒരു ഈമാനികമായ ഒരു വളർച്ചയിലേക്ക് രക്ഷിതാക്കൾ എത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം രക്ഷിതാക്കളുടെ സപ്പോർട്ടുകൾ അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോ അവരുടെ ജീവിതത്തിലെ അത്തരം കാഴ്ചപ്പാടുകൾ വളരും. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് അഭിമാനമുള്ള മക്കളായി അവരെ നമ്മളുടെ സമൂഹത്തിൽ എപ്പോഴും ഓർക്കാൻ കഴിയുന്ന മക്കളായിട്ട് അവരെ നമുക്ക് ജീവിതത്തിൽ മാറുക തന്നെ ചെയ്യും. മക്കളെ കൊണ്ട് 3 ലോകത്താണ് നമുക്ക് ഉപകാരം ഉണ്ടാകേണ്ടത്. 3 ലോകത്ത് ഉപകാരം ഉണ്ടാവണം. അതെന്താണ് ഈ 3 ലോകം? ഒന്ന് ഭൗതികമായ ലോകമാണ്. ഭൗതികമായ ലോകത്ത് മക്കളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യം എന്താണ്? ഖുർആന്റെ ഭാഷയിൽ തന്നെ ഖുർറത്തു ഐൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് കൺകുളിർമയുണ്ടാകണം, നമുക്ക് സന്തോഷമുണ്ടാകണം. എപ്പോഴാ നമ്മളുടെ മക്കളിൽ നിന്ന് നമുക്ക് സന്തോഷം ഉണ്ടാവുക? മക്കളെ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോ, മക്കൾ ഉയർന്ന പദവികളിലെത്തുമ്പോ, മക്കളുടെ ജീവിതത്തിൽ നല്ല കഴിവുകൾ ഉണ്ടാകുമ്പോ നമ്മൾക്ക് സന്തോഷമുണ്ടാകും. എന്നാൽ അതിൽ മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. മക്കൾക്ക് മാർക്ക് കിട്ടുമ്പോഴും മക്കൾ മത്സരത്തിൽ ജയിക്കുമ്പോഴും ഉണ്ടാക്കുന്ന സന്തോഷത്തെക്കാൾ എന്റെ മകൻ മറ്റൊരാളെ സഹായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ കഴിയണം. എന്റെ മകൻ നീതിക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ നമുക്ക് അതിലേറെ സന്തോഷങ്ങൾ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു ബോധത്തിലേക്ക് വളരാൻ നമുക്ക് കഴിയണം. മക്കളെ കൊണ്ട് നമുക്ക് കിട്ടേണ്ട രണ്ടാമത്തെ ഉപകാരം കിട്ടേണ്ട ലോകം ബർസഹി ലോകമാണ്. നമ്മൾ മരണപ്പെട്ടിട്ട് നമ്മൾ ഖബറിലേക്ക് പോകുന്ന ഘട്ടത്തില് നമുക്ക് പിന്നെ ഈ ദുനിയാവിൽ നിർവഹിക്കാൻ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ മരണപ്പെട്ടു പോയാലും നിങ്ങളുടെ ഖബറുകളിലേക്ക് എത്തിച്ചേരുന്ന ചില നന്മകൾ ഉണ്ടാകും, ചില സുഹൃതങ്ങൾ ഉണ്ടാകും. ആ സുഹൃതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രാർത്ഥനയിൽ മാത്രം പരിമിതമല്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യുന്ന മക്കളെ അവശേഷിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടാകും, അവരുടെ ജീവിതത്തിൽ ഉയരാൻ പാകത്തിലുള്ള ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടാകും, പെൺകുട്ടികളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചയക്കുന്നുണ്ടാകും. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ ചെയ്യേണ്ടതോടൊപ്പം തന്നെ നമ്മൾക്ക് മക്കളെ കുറിച്ചുണ്ടാകേണ്ട സ്വപ്നം എന്ന് പറയുന്നത് നന്മകളുള്ള, ദൈവബോധമുള്ള, സാമൂഹിക ബോധമുള്ള മക്കളായിട്ട് അവരുണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോ അതിന്റെ ഉപകാരം മക്കൾക്ക് മാത്രമല്ല, അവര് ചെയ്യുന്ന എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളുടെയും നന്മയുടെയും ഒരു വിഹിതം നമ്മളുടെ ഖബറുകളിലേക്ക് കൂടി എത്തിച്ചേരുമെന്ന് പറയുന്നത് അതിന്റെ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്.
നമുക്ക് മക്കളെ കൊണ്ട് ഉപകാരമുണ്ടാവേണ്ട മൂന്നാമത്തെ ലോകം പരലോകമാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരും ഇങ്ങനെ മഹ്ശറയിൽ ഹാജരാക്കപ്പെടുന്ന ഒരു സമയത്ത് അള്ളാഹു ചില രക്ഷിതാക്കളെ, ചില മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കും, അവരുടെ തലയിൽ തിളങ്ങുന്ന ഒരു കിരീടമണിയിക്കും. അപ്പോ ചിലര് ചോദിക്കുമത്രേ, എന്തിനാണ് ഈ മാതാപിതാക്കൾ ആദരിക്കപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ, ഈ മക്കൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത രക്ഷിതാക്കളാണ് അവരെന്നാണ്. അപ്പൊ മക്കളെ നല്ല രീതിയിൽ വളർത്തുമ്പോ അത് രക്ഷിതാക്കൾ നാളെ പരലോകത്ത് ആദരിക്കപ്പെടും എന്ന് പഠിപ്പിക്കുന്ന ഒരു ആശയത്തിലാണ് നമ്മളൊക്കെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീനിയായ ഒരു കുടുംബത്തെ നമ്മളുടെ കുടുംബത്തിലെ രൂപപ്പെടുത്തിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദീൻ എന്ന് പറയുന്നതില് നമസ്കാരം ഏറ്റവും പ്രധാനമാണ്. ഇവിടെ ഖുർആൻ ക്ലാസ്സിൽ വളരെ സൂചിപ്പിക്കുകയുണ്ടായി, അതിനെ പരാമർശിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയില് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ട്. അത് മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ തരണേ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഖുർആൻ പറയുന്നത് റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്നാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, എനിക്ക് മക്കളെ നൽകണം എന്നതിന് പകരം എനിക്ക് സ്വാലിഹീങ്ങളെ നൽകണം എന്നുള്ളത് അതൊരു കാഴ്ചപ്പാട് കൂടിയാണ്. മക്കൾ ഉണ്ടാവണം എന്ന ഒരു സ്വപ്നം നമുക്ക് ഉണ്ടാവുമ്പോ തന്നെ ആ മക്കള് സ്വാലിഹാകണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയിലൂടെ പുറത്തു വരികയാണ്. അങ്ങനെ പിന്നെ ആ മക്കൾ ഉണ്ടായതിനു ശേഷം അവരെ സ്വാലിഹീകളാക്കുകയാണ്. എങ്ങനെയാണ് അവരെ സ്വാലിഹായി വളർത്തുന്നത്? അതിലേറ്റവും പ്രധാനം നമസ്കാരമാണ്. നമസ്കാരം നമ്മളുടെ ജീവിതത്തിൽ ശരിയായാൽ നമ്മളുടെ ജീവിതം ഒരു ചിട്ടയുള്ളതായി മാറുമെന്നുള്ളതാണ്. നമ്മളുടെ മക്കള് പലതരം തിരക്കുകളിലും പലതിലും ഓടി നടക്കുന്ന മക്കളായിരിക്കും. അവരോട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്, മക്കളെ എത്ര തിരക്കിലും എത്ര ഓട്ടത്തിലും എത്ര കാര്യങ്ങളിലും ആണെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ എന്നത് നമ്മൾ മക്കളെ ചേർത്ത് കുറിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ആ നമസ്കാരം വളരെ 5 നേരം കൃത്യമായാൽ അത് ജീവിതം തന്നെ ഒരു ചിട്ടയാകുന്ന രീതിയിലേക്ക് നമ്മൾ മാറും. അപ്പൊ നമസ്കാരം റെഡിയാവുക എന്നതോടൊപ്പം ഈ പറഞ്ഞ ഒരു മുസ്ലിം ആവുക എന്ന് പറയുന്ന ഒരു കാര്യം, ആ മുസ്ലിം ആകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, നമ്മളുടെ സാമൂഹിക ബോധം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മളുടെ ചുറ്റിലും ഇസ്ലാമോഫോബിയ വളരെയധികം വളർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് അങ്ങേയറ്റം ഇല്ലാത്ത നുണകൾ, ധാരാളക്കണക്കിന് നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, പലതരത്തിലും വികൃതമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു വശത്ത് അങ്ങനെ അവതരണങ്ങൾ നടക്കുകയാണ്, മറുവശത്ത് ലിബറൽ കാഴ്ചപ്പാടുകൾ അങ്ങേയറ്റം വളർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതമനുസരിച്ച് ജീവിക്കുക, വിശ്വാസമനുസരിച്ച് ജീവിക്കുക എന്നതൊക്കെ വളരെ പഴഞ്ചൻ ഏർപ്പാടാണ് എന്നും, നിങ്ങളൊന്നും 21ാം നൂറ്റാണ്ടിലേക്ക് ബസ് കിട്ടാത്ത ആളുകളാണ്, 6ാം നൂറ്റാണ്ടിലും 7ാം നൂറ്റാണ്ടിലും ജീവിക്കുന്നവരാണ് എന്ന് മഫ്തയിട്ട് വരുന്ന തലമറക്കുന്ന പെൺകുട്ടികളോട് ക്യാമ്പസുകളിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളുടെ മക്കളൊക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല അഭിമാന ബോധം നൽകണം, ഇസ്ലാമിനെ കുറിച്ച് അഭിമാന ബോധം നൽകണം. ആരുടെ മുന്നിലും എഴുന്നേറ്റ് നിന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അഭിമാന ബോധം നൽകണം. മഫ്ത ഇട്ടുകൊണ്ട്, തലമറച്ചുകൊണ്ട് ക്യാമ്പസിലായാലും പൊതുസമൂഹത്തിലായാലും എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ഇസ്സത്ത് അവർക്ക് പ്രദാനം നൽകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നമ്മൾ അതിൽ വിട്ടുവീഴ്ചകൾ ചെയ്താൽ, നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യുമല്ലോ, അതൊക്കെ അത്രയൊക്കെ പോരെ, അതൊക്കെ അങ്ങനെയൊക്കെ മതിയല്ലോ എന്നൊക്കെ ചിലപ്പോഴും നമ്മൾ പറയും. നമ്മുടെ വീട്ടിൽ ഫംഗ്ഷനുകൾ ഉണ്ടാകുമ്പോ, ആഘോഷ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോ, നമ്മളുടെ മക്കളുടെ ഡ്രസ്സിങ്ങുമായി ബന്ധപ്പെട്ടും അവിടുത്തെ നമ്മളുടെ വീട്ടിലെ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമ്മൾ നൽകുന്ന ചില സന്ദേശങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം തലമുറയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനെയും റീൽസിലൂടെ ആഘോഷിക്കുന്ന ഒരു തലമുറയാണ് നമ്മളുടെ മക്കളിലുള്ളത്. ആ മക്കളില് അതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ, ഇൻസ്റ്റഗ്രാമും റീൽസും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും അവിടെ നമ്മളുടേതായ ഒരു കൾച്ചർ, ആ കൾച്ചറിനെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബോധം നമ്മളുടെ മക്കളിലേക്ക് പകർന്നു നൽകുക എന്നത് പ്രധാനമാണ്. അത് രക്ഷിതാക്കളായ നമുക്കതിൽ വലിയ റോളുണ്ട്. അതേസമയം നമ്മൾ ആ റോള് നിർവഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, നമ്മളുടെ മക്കളെ അത്തരം നന്മയുള്ള കൂട്ടായ്മകളിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മളൊരു കുടുംബമായി ജീവിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ
നമ്മളുടെ ഇത്തരം ദീനിയായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ ഏറ്റവും നല്ലത് ഇതൊക്കെ ചിന്തിക്കുന്ന, ഇതൊക്കെ ആലോചിക്കുന്ന, ഇതിനെക്കുറിച്ചൊക്കെ പല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കൂട്ടായ്മകൾ നമുക്കിടയിൽ ഉണ്ടാകും. ഇപ്പോ ഈ പരിപാടി നടത്തുന്നത് സോളിഡാരിറ്റിയാണ്. സോളിഡാരിറ്റി യുവാക്കൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ജീവിതത്തിന്റെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു പ്രായമാണ് യുവത്വം എന്ന് നമുക്കെല്ലാം അറിയാം. ജോലിയുടെയും ബിസിനസിന്റെയും കുടുംബത്തിന്റെയും വീട് നിർമ്മാണത്തിന്റെയും മക്കളുടെയും ഹോസ്പിറ്റലുകളുടെയും ഒക്കെ ഇടയില് അവരിങ്ങനെ ജീവിതത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ അവരെ അള്ളാഹുവിന്റെ ദീനിനോട് ചേർത്ത് നിർത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ദീനിയായ വർണ്ണം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. അവരുടെ ജോലിയും കുടുംബവും ഒക്കെ ഈ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവർക്ക് പകർന്നു നൽകുന്ന ഒരു പ്രസ്ഥാനമാണ്. അതോടൊപ്പം പടച്ചോനോടുള്ള ബാധ്യതകളും പടപ്പുകളോടുള്ള ബാധ്യതകളും നിർവഹിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനോട് നമ്മളുടെ കുടുംബം ചേർന്ന് നിൽക്കുമ്പോ നമ്മളും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയാണ്. നമ്മളുടെ മക്കളെ അതിനോട് ചേർത്ത് നിർത്തുമ്പോ, അത്തരം കൂട്ടായ്മകളിൽ അവരുണ്ടാകുമ്പോ, അത്തരം ദീനിയായ കൂട്ടായ്മകളിൽ നമ്മളുടെ മക്കൾ വളരുമ്പോ അവരും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ് വളരുക. നമ്മളിപ്പോ ഫലസ്തീനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് പോലെ എല്ലാവരും കേൾക്കണം, എല്ലാവരും ചർച്ച ചെയ്യണം എന്നൊന്നുമില്ല. കാരണം ഓരോരുത്തരും അവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുകയായിരിക്കും. അത്തരം പാരലൽ വേൾഡുകൾ നമ്മളുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ ഒരു ലോകത്തും നമ്മളുടെ മക്കൾ മറ്റൊരു ലോകത്തൊക്കെ ആയിരിക്കും ജീവിക്കുന്നത്. ആ മക്കളുടെ ലോകത്ത് നമ്മൾക്ക് ഇടമുണ്ടാകണം. നമ്മളുടെ ലോകത്ത് നമ്മളുടെ മക്കൾക്കും ഇടമുണ്ടാകണം. അതുണ്ടാവണമെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൊക്കെ നമ്മളൊക്കെയും സജീവമായിട്ടുണ്ടായി മുന്നോട്ട് പോകുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ കഴിയുക. തീർച്ചയായും അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഈ ക്യാമ്പിൽ ഉണ്ടാവും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ പുതിയ ചില ബോധ്യങ്ങളുമായി, ചില തീരുമാനങ്ങളുമായി നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് സംസ്ഥാനത്ത് നടത്തപ്പെടുന്ന ഇത്തരം ഒരുപാട് ക്യാമ്പുകളിലെ ഏറ്റവും ഒന്നാമത്തെ ക്യാമ്പാണ്. നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇനി വരുന്ന ഞായറാഴ്ചകളിലൊക്കെ പലയിടങ്ങളിലായി ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങള് അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ എല്ലാം ഒരേ ഒരു മാനസികമായി നമ്മളുടെ മനസ്സൊക്കെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായിട്ട് മാറാൻ നമുക്ക് കഴിയും. അങ്ങനെയാകുമ്പോ ഈ ചെറിയ ലോകത്ത് മാത്രമല്ല, ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതത്തിലെ സന്തോഷത്തോടുകൂടി നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന കുടുംബമായിട്ട് നമുക്ക് മാറാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ജീവിതത്തിലെ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ, നമ്മളുടെ കുടുംബത്തോടുള്ള കടപ്പാടുകള്, നമ്മളുടെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകള്, നമ്മളുടെ സമൂഹത്തോടുള്ള കടപ്പാടുകള്, പീഡിപ്പിക്കപ്പെടുന്ന ആളുകളോടുള്ള കടപ്പാടുകള്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ള കടപ്പാടുകള്, അതൊക്കെയും നിർവഹിക്കുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കുടുംബത്തിൽ നിന്ന്, നമ്മളുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് പോലെ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലും വളരെ സന്തോഷത്തോടെ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പമൊക്കെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.